ഹായ് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും വലിയ സ്വപ്നങ്ങളുണ്ടല്ലേ? പക്ഷേ ചിലപ്പോൾ ആ സ്വപ്നങ്ങളിലേക്ക് ഒരു എടുത്തുചാട്ടം നടത്തിയാലോ? അത് ചിലപ്പോൾ നമ്മളെ വലിയ അപകടത്തിലാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ അങ്ങനെയൊന്നാണ്. അക്ഷമയും അനുഭവസമ്പത്തും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണിക്കുന്ന ഒരു കുഞ്ഞു കിളിയുടെ കഥയാണിത്. ഈയൊരു വാചകമാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥയുടെ എല്ലാം കാതൽ. നമ്മുടെ നല്ലതിനു വേണ്ടി മുതിർന്നവർ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചിലപ്പം കേൾക്കാനൊരു സുഖം കാണില്ല. പക്ഷേ ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചോണ്ട് നമുക്ക് ഈ കുഞ്ഞു കിളിയുടെ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അവളുടെ ജീവിതത്തിൽ ഈ വാക്കുകൾക്ക് എന്ത് പ്രസക്തിയുണ്ടായെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വലിയ കാടിന്റെ നടുക്കാണ്. അവിടെ പുറത്തുള്ള അപകടങ്ങളൊന്നും അറിയാതെ ഒരു മരത്തിന്റെ പൊത്തിലുള്ള ഒരു കൂട്ടിൽ ഒരു കിളികുടുംബം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പോ ആ കിളിക്കുഞ്ഞിന്റെ ലോകം എന്ന് പറയുന്നത് ആ ഒരു കൂട് മാത്രമായിരുന്നു. അവിടെ അവൾക്ക് വേണ്ടതെല്ലാം കിട്ടിയിരുന്നു. സ്നേഹം, ഭക്ഷണം, പിന്നെ എല്ലാത്തിലും വലുത് സുരക്ഷിതത്വം. പുറം ലോകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്, നിന്റെ ഏറ്റവും വലിയ സുരക്ഷ ഈ കൂടിനകത്താണ് എന്ന് അമ്മക്കിളി അവളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഒരു ദിവസം ആ കൂടിന്റെ സുരക്ഷിതത്വത്തിലിരിക്കുമ്പോൾ അവളൊരു കാഴ്ച കണ്ടു. ആ ഒരൊറ്റ കാഴ്ച മതിയായിരുന്നു അവളുടെ മനസ്സിൽ അതുവരെ ഇല്ലാത്ത പുതിയൊരു ആഗ്രഹം വരാൻ. അതുവരെ അവൾ കണ്ടിട്ടില്ലാത്ത ഒന്നായിരുന്നു അത്. ആകാശത്തിന്റെ ആ വലിയ ലോകം. ഒരു പരുന്ത് ഒരു പേടിയുമില്ലാതെ ഇങ്ങനെ വട്ടമിട്ടു പറക്കുന്നു. ആ ഒരു കാഴ്ച ആ കുഞ്ഞിക്കിളിയുടെ മനസ്സിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. അതവൾക്കൊരു സാധാരണ കാഴ്ചയല്ലായിരുന്നു. അതവളുടെ പുതിയൊരു സ്വപ്നത്തിന്റെ തുടക്കമായിരുന്നു. ആ നിമിഷം മുതൽ അവളുടെ ചിന്ത ആ കൂടിന്റെ പുറത്തേക്ക് പോയി തുടങ്ങി. ആകാശത്ത് പറക്കണമെന്നുള്ള ആഗ്രഹം, അതും ആ പരുന്തിനെപ്പോലെ അത്രയും ഉയരത്തിൽ. ആ ഒരു ചിന്ത അവളുടെ ഉള്ളിലിങ്ങനെ ആളിക്കത്താൻ തുടങ്ങി. അങ്ങനെ ഈയൊരു ആഗ്രഹം അവൾ അമ്മയോട് പോയി പറഞ്ഞു. അപ്പോഴാണ് ഈ കഥയിലെ ഏറ്റവും വലിയൊരു കോൺഫ്ലിക്റ്റ്, ഒരു സംഘർഷം തുടങ്ങുന്നത്. അതായത് ചെറുപ്പത്തിന്റെ ആ ഒരു അക്ഷമയും അമ്മയുടെ അനുഭവസമ്പത്തും തമ്മിൽ നേർക്കുനേർ വരികയാണ്. ഇവിടെയാണ് ശരിക്കും കഥയുടെ ടേണിംഗ് പോയിന്റ്. രണ്ടുപേർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്, അല്ലേ? കുഞ്ഞിക്കിളിക്ക് പറക്കണം, അതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അമ്മയ്ക്കാണെങ്കിലോ മോളെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്ന സ്നേഹം. അമ്മയുടെ ഉപദേശം വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. പക്ഷെ കുഞ്ഞിക്കിളിയുടെ ആ അക്ഷമ അതവളുടെ സ്വപ്നത്തിൽ നിന്നാണ് വരുന്നത്. ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ എന്നമ്മ പറയുമ്പോൾ കാത്തിരിക്കാനുള്ള ക്ഷമയൊന്നും ആ കുഞ്ഞിക്കിളിക്ക് ഉണ്ടായിരുന്നില്ല. അമ്മ എത്ര സ്നേഹത്തോടെ പറഞ്ഞിട്ടും അവൾക്കത് കേൾക്കാൻ പറ്റിയില്ല. എന്റെ ആഗ്രഹം, എന്റെ ലക്ഷ്യം, അതെനിക്കിപ്പോൾ തന്നെ നേടണം എന്ന വാശിയിലായിരുന്നു അവൾ. അതോടുകൂടി നമ്മുടെ കഥ കുറച്ചുകൂടി ടെൻഷനുള്ള ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. പിറ്റേ ദിവസം അവൾ വീണ്ടും ആ പരുന്തിനെ ആകാശത്ത് കണ്ടു. അതോടെ അവൾക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അമ്മ പറഞ്ഞ മുന്നറിയിപ്പുകളൊക്കെ അവളുടെ മനസ്സിന്ന് പോയി. ആഗ്രഹം ബുദ്ധിയെ മറികടന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, അതുതന്നെ. സ്വന്തം കഴിവിലൊരു അമിത ആത്മവിശ്വാസം, അതവളെ ഒരു തീരുമാനത്തിലെത്തിച്ചു. അമ്മ പറഞ്ഞതൊന്നും കേൾക്കാതെ അവൾ ആ സുരക്ഷിതമായ കൂട്ടിൽ നിന്ന് ആകാശത്തേക്കൊറ്റ പറക്കലായിരുന്നു. അത് വെറുമൊരു അനുസരണക്കേട് മാത്രമായിരുന്നില്ല. ശരിക്കും അതൊരുതരം സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെയായിരുന്നു. ആ നിമിഷം അവൾക്ക് തോന്നി, താൻ ചെയ്യുന്നതാണ് ശരി, അമ്മ വെറുതെ പേടിക്കുകയാണ് എന്ന്. പറന്നു തുടങ്ങിയപ്പോൾ തുടക്കത്തിലൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് പറന്നു. താഴെ നോക്കുമ്പോൾ പുതിയ പുതിയ കാഴ്ചകൾ. ആ ഒരു എക്സൈറ്റ്മെന്റിലെ അമ്മ പറഞ്ഞ ഉപദേശമൊക്കെ വെറുമൊരു പേടിയായിട്ടാണ് അവൾക്ക് തോന്നിയത്. പക്ഷേ ആ സന്തോഷത്തിനൊന്നും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. യാഥാർത്ഥ്യം അവളെ തേടിയെത്താൻ തുടങ്ങി. ആവേശം പതിയെ ക്ഷീണത്തിന് വഴിമാറി. അവളുടെ ആ കുഞ്ഞു ചിറകുകൾക്ക് ആകാശത്തിന്റെ ആ ഭാരം താങ്ങാൻ പറ്റിയില്ല. ശരിക്കും വേദനിക്കാൻ തുടങ്ങി. അങ്ങനെ കഥയിലെ ഏറ്റവും നിർണായകമായ ആ നിമിഷമെത്തി. ക്ഷീണം കൊണ്ട് അവൾക്കൊട്ടും പറക്കാൻ പറ്റാതെയായി. കൺട്രോൾ മുഴുവൻ പോയി. ആ പാവം കുഞ്ഞിക്കിളി നിസ്സഹായിയായി താഴേക്ക് വീണു. അമ്മ എന്തിനെയാണോ പേടിച്ചത്, അതുതന്നെ സംഭവിച്ചു. അവളുടെ ആ വലിയ സ്വപ്നത്തിലേക്കുള്ള യാത്ര ഒരു ദുരന്തമായി മാറുകയായിരുന്നു. ആ വീഴ്ചയുടെ ആഘാതം വളരെ വലുതായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലിയൊരു പാഠമാണ് ആ വീഴ്ച അവളെ പഠിപ്പിച്ചത്. ആ വേദനയിൽ നിന്ന് അവൾ എന്തൊക്കെ മനസ്സിലാക്കിയെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ. കുഞ്ഞിന് കൊടുക്കാനായി ഭക്ഷണവുമായിട്ട് വരുന്ന അമ്മ കാണുന്നതെന്താ? ശൂന്യമായ ഒരു കൂട്. രാത്രി മുഴുവൻ ആ കാട്ടിലൂടെ തന്റെ കുഞ്ഞിനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് അലയുന്ന ആ അമ്മയുടെ വിഷമം. അവസാനം ഒരു മരച്ചുവട്ടിൽ ബോധമില്ലാതെ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടുകിട്ടുമ്പോഴുള്ള ആ ഒരു അവസ്ഥ. ഇത് ആ കുഞ്ഞിക്കിളിയിൽ വീഴ്ച മാത്രമല്ല, ആ അമ്മയുടെ ഹൃദയം തകർന്ന നിമിഷം കൂടിയായിരുന്നു. കണ്ണു തുറന്നപ്പോൾ കുഞ്ഞിക്കിളി കാണുന്നത് വേദനയോടെ, സങ്കടത്തോടെ തന്നെ പരിചരിക്കുന്ന അമ്മയെയാണ്. ആ കാഴ്ച അവളുടെ നെഞ്ചു തകർത്തു. തന്റെ വാശി കാരണം അമ്മ എത്രമാത്രം സങ്കടപ്പെട്ടു എന്ന് അവൾക്ക് ശരിക്കും മനസ്സിലായി. അതൊരു യഥാർത്ഥ തിരിച്ചറിവായിരുന്നു.
വേദന കൊണ്ട് പഠിച്ച ഒരിക്കലും മറക്കാത്ത ഒരു പാഠം. പക്ഷേ ഈ കഥയിവിടെ തീരുന്നില്ല. ഇതൊരു ദുരന്ത കഥയല്ല. തനിക്ക് പറ്റിയ ആ തെറ്റിൽ നിന്ന് പഠിച്ച പാഠം അവളെ ശരിക്കുമുള്ള വിജയത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോയിന്ന് നമുക്ക് നോക്കാം. അവൾ തന്റെ സ്വപ്നം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. പകരം അത് നേടാനുള്ള ശരിയായ വഴി ഏതാണെന്ന് അവൾ മനസ്സിലാക്കി. ഇത്തവണ അവൾ അമ്മ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടു. ക്ഷമയോടെ കാത്തിരുന്നു, പരിശീലിച്ചു, ചിറകുകൾക്ക് ശരിക്കും കരുത്തുവരുന്നതുവരെ. അതാണ് യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴിയെന്ന് പറയുന്നത്. അവസാനം അവൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവൾക്ക് കിട്ടി. അവൾക്ക് ഉയരത്തിൽ പറക്കാൻ പറ്റി. പക്ഷേ ഇത്തവണ ഒറ്റയ്ക്കായിരുന്നില്ല, തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ സുരക്ഷിതയായിട്ട്. ക്ഷമയോടെ കാത്തിരുന്നതിന്റെ ഫലം ശരിക്കും മധുരമുള്ളതായിരുന്നു. അപ്പോ ഈ കഥ നമ്മളോട് എന്താണ് പറയുന്നത്? നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എടുത്തു ചാടും മുൻപ് നമ്മളെക്കാൾ അനുഭവസമ്പത്തുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കണം എന്നത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ്. അവരുടെ ആ മുന്നറിയിപ്പുകളുണ്ടല്ലോ, അത് നമ്മളെ തടയാനല്ല, മറിച്ച് വീണുപോകാതെ സുരക്ഷിതമായി നമ്മുടെ ലക്ഷ്യങ്ങളിലെത്താൻ സഹായിക്കാനാണ്. ഈ കഥ ഒരു കുഞ്ഞിക്കിളിയുടേത് മാത്രമല്ല, ഇത് നമ്മൾ ഓരോരുത്തരുടേതുമാണ്. കാരണം നമ്മുടെ എല്ലാം ഉള്ളിൽ ഇതുപോലെ ഉയരത്തിൽ പറക്കാനുള്ള സ്വപ്നങ്ങളുണ്ടാകും. പക്ഷേ ആ സ്വപ്നങ്ങളിലേക്ക് ചാടിയിറങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യമുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കാനും പഠിക്കാനും നമ്മുടെ ചിറകുകൾക്ക് കരുത്തു കൂട്ടാനും നമ്മൾ തയ്യാറാണോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ ഏതു വലിയ പറക്കലിനു വേണ്ടിയാണ് നിങ്ങൾ ഇന്ന് ക്ഷമയോടെ തയ്യാറെടുക്കുന്നത്?